എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര പോലീസിലേക്കും സെൻട്രൽ ഗവൺമെന്റിലേക്കും ധാരാളം വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ഈ ആഴ്ച തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. 14,000 വേക്കൻസിയാണ്. സോ നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന ജോബ് ഡീറ്റെയിൽസ്, ജോബ് വേക്കൻസി എല്ലാം ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് SSC CGL നോട്ടിഫിക്കേഷനാണ്. IB, CBI, NIA, ഇൻകം ടാക്സ്, കസ്റ്റംസ് തുടങ്ങിയ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓഫീസർ എക്സാം ആണ്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. 18 മുതൽ 32 വയസ്സ് വരെ അൺറിസർവ്ഡിനും 35 വയസ്സ് OBCയും 37 വയസ്സ് വരെ SC ST കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 14,200 വേക്കൻസിയാണ് SSC CGLിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ലാസ്റ്റ് ഡേറ്റ് 7 ജൂലൈ ആണ്. ഈ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അടുത്ത വേക്കൻസി ഏതാണെന്ന് നോക്കാം. അടുത്തത് SSCയുടെ phase 13 നോട്ടിഫിക്കേഷൻ ആണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റിലേക്ക്, ഈ റിക്രൂട്ട്മെന്റിലേക്കും ധാരാളം ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസി ഉണ്ട്. NIA, IBയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. EDയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഓരോ വീഡിയോ നമ്മൾ ഷോർട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ പോസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് വെച്ച് ഓരോ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26 ജൂൺ 2025 ആണ്. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അടുത്ത ഇന്ത്യൻ ആർമിയിലേക്കുള്ള CDS NDയുടെ നോട്ടിഫിക്കേഷൻ ആണ്. 16 മുതൽ 25 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട്. 10+2 ഡിഗ്രിയൊക്കെയാണ് ക്വാളിഫിക്കേഷൻ. കേരളത്തിലാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. 900-ലധികം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള നാവി GD, DB, യാന്ത്രിക് തുടങ്ങിയ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ആണ്. 600-ലധികം വേക്കൻസി ഉണ്ട്. ടോട്ടൽ 630 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് 25 ജൂൺ ആണ്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തത് ISR തിരുവനന്തപുരത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 150 വേക്കൻസിയാണ് തിരുവനന്തപുരത്ത് മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിഗ്രിക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട്. 18 മുതൽ 40 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള AFCAT എൻട്രി ആണ്. കേരളത്തിൽ 3 ജില്ലയിലാണ് ഇതിന് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. 300 വേക്കൻസി ഉണ്ട്. 26 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 ജൂലൈ ആണ് അവസാന തീയതി. മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യാം. കേരളത്തിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത് പുതിയതായിട്ട് വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് ആണ്. ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള ടെക്നീഷ്യന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. +2 സയൻസ് അല്ലെങ്കിൽ ITI പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. 6,374 വേക്കൻസിയാണ്. ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. ഓരോ RRBക്കും സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. സോ കേരളത്തിന് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. കേരളത്തിന് സെപ്പറേറ്റ് വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. 18 മുതൽ 33 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. മെയിൽ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. സോ ഇത്ര വേക്കൻസി ആണ് ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 14,000 വേക്കൻസി ഉണ്ട്. നമുക്ക് ഫോൺ വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡീറ്റെയിൽ വീഡിയോ എല്ലാ നോട്ടിഫിക്കേഷനും ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താങ്ക് യു.